കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ കഴിഞ്ഞ ഏപ്രിൽ 2025 നടത്തിയ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിൽ 6ാം റാങ്ക് ജേതാവായ സോനയ്ക്കൊപ്പമാണ്. അപ്പോൾ സോന നമ്മുടെ ഈ സെനിത്ത് അക്കാഡമിയിലേക്ക് വരാനുള്ള സാഹചര്യവും അതോടൊപ്പം തന്നെ സോനയ്ക്ക് സെനിത്ത് അക്കാഡമിയിലെ ക്ലാസ്സുകളാണോ അതോ അവിടുത്തെ റാങ്ക് ഫെയിലാണോ അതോ അവിടുത്തെ ടെസ്റ്റുകളാണോ ഏതാണ് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് കൂടുതൽ പ്രചോദനമായത് എന്താണ്, സെനിത്ത് അക്കാഡമിയിലേക്ക് വരാനുള്ള സാഹചര്യം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും പറയൂ. എൻ്റെ പേര് സോന. ഞാൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ 6th റാങ്ക് ഹോൾഡർ ആണ്. SVPK പാലയമാട്ടിലാണ് പഠിച്ചിരുന്നത്. സോ ഞാൻ ജെനിത്തിനെ കുറിച്ച് അറിഞ്ഞത് സീനിയേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അങ്ങനെ മറ്റുള്ള സ്റ്റുഡൻസ് അവരുടെ അഭിപ്രായം പറഞ്ഞ് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തേടി നടക്കായിരുന്നു കോച്ചിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഫസ്റ്റ് എല്ലാവരും റെക്കമെൻഡ് ചെയ്തത് സെനിത്ത് അക്കാഡമി ആയിരുന്നു. അങ്ങനെയാണ് സെനിത്തിലേക്ക് എത്തിയത്. അവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് അവിടുത്തെ ഫാക്കൽറ്റീസിനെ കുറിച്ചാണ്. എല്ലാം നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരുന്നു. സോ അവരുടെ ക്ലാസ്സുകളെല്ലാം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൽ എന്നോട് ഇപ്പോഴും ഇത്രയും കാലത്തെ എഡ്യൂക്കേഷനിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറിനെ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഓഫ്കോഴ്സ് അവിടെ ഫസ്റ്റ് വരുന്ന പേര് ഡോക്ടർ അല്ലമീൻ സാറിന്റെ ആയിരിക്കും. ഞാൻ പറയുമ്പോൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല, പക്ഷേ ഈ ഓൺലൈൻ ക്ലാസ് അത്രത്തോളം ഇമ്പാക്ട് വരുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ടെക്നിക്കൽ ഇഷ്യൂസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതിലെ ഫസിൻ സാർ ഭയങ്കര ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ആയിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തന്നെ ആളത് റെഡിയാക്കി തരും. അതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് ഡെഡിക്കേഷൻ കാണിക്കുന്നു അത്രത്തോളം ഡെഡിക്കേഷൻ നമുക്ക് തിരിച്ചും സെനിത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഫാക്കൽറ്റീസും അങ്ങനെ തന്നെയായിരുന്നു. കൃപ മാഡം ആണെങ്കിലും അക്ഷയ് സാർ ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ സാറിന്റെ ക്ലാസ്സിന്റെ പ്രത്യേകത ഡോക്ടർ അലമീൻ സാറൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഓരോ ക്ലാസ്സിലും അതിനുള്ള ടൈം കണ്ടെത്തും. അതിന്റെ കൂടെ തന്നെ പുതിയ സിലബസ് എടുക്കും. വളരെ അപ്ഡേറ്റഡ് ആയിട്ട് കൊണ്ടുവരുന്നു. പിന്നെ റാങ്ക് ഫയൽ ആണെങ്കിലും അതെ, അവിടുത്തെ റാങ്ക് ഫയൽ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. എക്സാമിന് അടുത്ത ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. ഒരു ഹെൽത്ത് സർവീസിന് എക്സാം തന്നെ 30 to 34 ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. പബ്ലിക് ഇൻസ്പെക്ടർ എബോവ് 30 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ തന്നെ ശരിക്കും ഈ ക്വസ്റ്റ്യൻസ് പബ്ലിക് ഇൻസ്പെക്ടർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റാങ്ക് ഫയലിലെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് ഒരു കാൻഡിഡേറ്റ് പറഞ്ഞപ്പോൾ തന്നെയാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. അത്രയ്ക്കും ബെനിഫിഷ്യൽ ആയിരുന്നു എന്ന് പലരും വിളിച്ച് പറഞ്ഞിരുന്നു എന്നോട്. ഓക്കെ, ഈ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു? അത് PHIയുടെ ആ ഒരു യൂണിഫോം പോസ്റ്റ്, ഗ്ലാമർ പോസ്റ്റ് കണ്ടിട്ടാണ് ഇതിലേക്ക് വന്നത്. മേമയാണ് ഇത് റെക്കമെൻഡ് ചെയ്തത്. അമ്മ അങ്ങനെ പോലീസിലാണ് വർക്ക് ചെയ്യണത്. അപ്പോ യൂണിഫോം യൂണിഫോം ജോബാണ് താല്പര്യം, അങ്ങനെ വന്നതാണ്. അതൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. അമ്മയാണ് ഇപ്പൊ ഒരു ഇൻസ്പിറേഷൻ. ഓക്കെ, ഈ നമ്മുടെ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിന് പഠിക്കാൻ വേണ്ടി നമ്മുടെ DHSC പഠിക്കുന്ന പോലെ അല്ല നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ എക്സാം. രണ്ടും നല്ല വ്യത്യാസമാണല്ലോ, നല്ല അന്തരമുണ്ട്. നമ്മുടെ DHSC എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ബേസ് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മളെ ഒരു ഔട്ട്ലൈൻ എന്താ പറയാ, ഒരുപാട് ഡീപ്പായിട്ട് നമ്മൾ പോകുന്നില്ല. വളരെ ഡെപ്തിലുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് PSCക്ക് വേണ്ടത്. അറിയാമല്ലോ തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് നമ്മുടെ അക്കാഡമിയിലെ ക്ലാസ്സുകൾ എത്രമാത്രം നമ്മള് കോഴ്സ് DHIS ചെയ്യുമ്പോൾ അവിടെ കുറച്ചുകൂടി വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഈസി ആയിട്ട് അത് പാസ് ചെയ്യാൻ ഒക്കെ കഴിയാറുണ്ട്. പക്ഷെ നമ്മളുടെ അക്കാഡമിയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഡെപ്ത് ആയിട്ട് ഭയങ്കര ഡീപ്പായിട്ടാണ് ക്ലാസ്സുകൾ ഓരോന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനും കഴിയുന്നുണ്ട്. ഇപ്പൊ ഫസ്റ്റ് എക്സാം കഴിഞ്ഞ് ഹെൽത്ത് സർവീസിന്റെ എക്സാം കഴിഞ്ഞ് അടുത്ത എക്സാം ആകുമ്പോഴേക്കും അവിടെ വന്ന അപ്ഡേഷൻസ് TVയിലാണെങ്കിലും ഓരോ ടോപ്പിക്കിലാണെങ്കിലും നമുക്ക് എടുത്ത് അത് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് സർവീസിലെ എക്സാമിന് ഓൾറെഡി ഏറ്റവും കൂടുതൽ ക്ലാസ്സുകൾ അപേക്ഷിച്ച് റാങ്ക് ഫെയിൽ ആണ് ഹെൽപ്ഫുൾ ആയിരുന്നത്. അതിന്റെ ആ ഒരു ഇമ്പാക്ട് മനസ്സിലായപ്പോ ഞാൻ കോച്ചിങ്ങിനായിട്ട് ചേർന്നു. ഓക്കെ, ഹെൽത്ത് സർവീസിൽ റാങ്ക് എത്ര ആയിരുന്നു? അതിൽ 23rd ആണ്. ഇപ്പൊ ഓൾറെഡി അഡ്വൈസ് ആയി അല്ലേ? അഡ്വൈസ് ആയി നിൽക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതിന് തന്നെ ഒരു അഭിനന്ദനം പറയാനുണ്ട്. ജോലിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇനി അടുത്ത പബ്ലിക് ഇൻസ്പെക്ടർ വരുന്നുണ്ട്. സെലക്ട് ചെയ്യാം, ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഈ പഠിച്ച രീതിയൊക്കെ എങ്ങനെയായിരുന്നു? നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത ഒരു മോഡ് ഓഫ് സ്റ്റഡി എങ്ങനെയായിരുന്നു? നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് കുറെ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാറുന്നല്ലോ. അപ്പൊ ഇടയ്ക്ക് ചില സമയത്ത് നമ്മളൊന്ന് ഡൗൺ ആയി പോകും. ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മോക്ക് ടെസ്റ്റുകള് അതുപോലെ മന്ത്ലി വീക്ക്ലി ടെസ്റ്റുകൾ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അതിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റാങ്ക് ഉള്ളവർക്ക് കൂപ്പൺ ഒക്കെ ആയിട്ട് ഗിഫ്റ്റ് കൂപ്പൺ ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നു. അതൊക്കെ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മൾ അപ്പൊ എന്തായാലും ഇനിയിപ്പോ എന്തായാലും പബ്ലിക് ഇൻസ്പെക്ടർ ഉണ്ട്. 2 ചോയ്സ് ആണ് കിടക്കുന്നത്. ആരോഗ്യപരമാണെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. പബ്ലിക് ഇൻസ്പെക്ടർ ഇപ്പൊ ഓൾറെഡി 6ാമത്തെ റാങ്കാണ്. അതിലിപ്പോ ഓൾറെഡി അഡ്വൈസ് വരും. അപ്പൊ ഇരട്ട ഭാഗ്യമാണ്, ഡബിൾ തമാക്ക അടിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഭയങ്കര ഭാഗ്യമുള്ള ആളാണ്. 2ന് നല്ല റാങ്കാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ 1ന് അഡ്വൈസ് വന്നിരിക്കുന്നു.
അപ്പോൾ എന്തായാലും നമ്മുടെ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു അഭിമാന കാര്യമാണ് നിങ്ങൾ ആദ്യ റാങ്ക് നേടുന്നത്. പ്രത്യേകിച്ച് ആദ്യ 10 റാങ്കിനകത്ത് വരുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും എന്താ പറയാ, അവരൊക്കെ നമ്മളെ പേഴ്സൺ എന്ന് പറയും, മുത്തുകളാണെന്ന് പറയാം. അത്രയ്ക്കും നിങ്ങളും കൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണേ. ശരി, അക്കാഡമി ഇതിനകത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അക്കാഡമി നല്ല ഫാക്കൽറ്റീസിനെ വെച്ച് ക്ലാസ് തന്നു, നല്ല റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്തു, വീക്ക്ലി ടെസ്റ്റും മന്ത്ലി ടെസ്റ്റും ഒക്കെ നല്ല ക്വസ്റ്റ്യൻസ്, നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അത്രയും നമ്മൾ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് PSC എക്സാം വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഒരു സൈക്കോളജി. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ രീതിയിൽ ഡെപ്തിലുള്ള അത്രയും ഡെപ്തിൽ നമ്മൾ പഠിച്ചു പോകണമെങ്കിൽ അങ്ങനെ ക്ലാസ് എടുക്കാൻ കഴിയുന്ന അധ്യാപകരായിരിക്കണം. അത് തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടേഴ്സിനെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഇതിനോട് വെച്ചത്. കാരണം ഇതിന്റെ എല്ലാം ഒരു ഹെഡ് ഓഫീസ് അല്ലെങ്കിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗമാണ്. അവിടെ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് പഠിക്കാനുള്ള സബ്ജക്റ്റ് ആണ് നമ്മൾ KPARC, പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ. അപ്പൊ അതിൽ നിന്നാണ് മെജോറിറ്റി ക്വസ്റ്റൻസ് വരുന്നത്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അവിടെ തന്നെ ഉണ്ട്, അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം തന്നെ അവിടെ നിന്നാണ്. കാരണം ഞാൻ മെഡിക്കൽ കോളേജിലെ ഞാൻ അവിടെ ഇരുന്ന് ഹെൽത്ത് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ചെയ്തുകൊണ്ട് അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചേക്കുന്ന മിക്ക ക്വസ്റ്റ്യൻസും JHA എക്സാമിനേഷൻ വന്നതാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് കാര്യമാണ് ഏൽപ്പിക്കുന്നത്. അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയുള്ള അധ്യാപകർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അവരെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നമുക്ക് റാങ്കുകൾ നേപ്പാരിക്കൂട്ടാൻ കഴിയുന്നതെന്നുകൊണ്ട് അതും കൂടെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇനി എന്തായാലും നമ്മുടെ സോനയുടെ ഫ്യൂച്ചറിൽ സോനയ്ക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.